സ്നേഹത്തിൻ്റെ ഒരു കഥ കേൾക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണുകളടച്ച് ചാരിയിരുന്ന് ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഒരിക്കൽ എല്ലാ വികാരങ്ങളും വസിച്ചിരുന്ന ഒരു ഏകാന്ത ദ്വീപുണ്ടായിരുന്നു. സന്തോഷം, ദുഃഖം, അറിവ്, കോപം, വിശ്വാസം, അതുപോലെ മറ്റെല്ലാ വികാരങ്ങളും, അതിൽ സ്നേഹവും. ഒരു ദിവസം ദ്വീപ് മുങ്ങിപ്പോകുമെന്ന് വികാരങ്ങൾക്ക് അറിവ് ലഭിച്ചു. അതിനാൽ അവർ എല്ലാവരും വേഗം ദ്വീപ് വിട്ടു പോകണം, അല്ലെങ്കിൽ മരിക്കേണ്ടതായി വരും. എല്ലാ വികാരങ്ങളും തങ്ങളുടെ വള്ളത്തിൽ തയ്യാറായി വേഗം പുറപ്പെട്ടു. സ്നേഹം മാത്രം അവസാന നിമിഷം വരെ കാത്തിരുന്നു. ദ്വീപ് മുങ്ങിത്തുടങ്ങിയപ്പോൾ സ്നേഹം പോകാൻ തീരുമാനിച്ചു. എന്നാൽ അതിൻ്റെ വള്ളം ആരോ അപ്പോഴേക്കും മോഷ്ടിച്ചിരുന്നു. സ്നേഹം ആകെ വിഷമിച്ചു. ഒടുവിൽ സഹായം തേടാൻ തീരുമാനിച്ചു. സമൃദ്ധി അതിൻ്റെ മനോഹരമായ വെള്ളത്തിൽ കടന്നു പോവുകയായിരുന്നു. സ്നേഹം ചോദിച്ചു, "എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാമോ?" സമൃദ്ധി മറുപടി പറഞ്ഞു, "ഇല്ല, എൻ്റെ വള്ളത്തിൽ സ്വർണവും വെള്ളിയും നിറഞ്ഞിരിക്കുന്നു. നിനക്ക് വേണ്ടി ഇവിടെ സ്ഥലമില്ല." പിന്നെ അഹംഭാവം ഒരു മനോഹരമായ വെള്ളത്തിൽ കടന്നു പോകുന്നത് അവൾ കണ്ടു. സ്നേഹം യാചിച്ചു, "അഹംഭാവമേ, ദയവായി എന്നെ സഹായിക്കൂ." അഹംഭാവം പറഞ്ഞു, "ഞാൻ നിന്നെ സഹായിക്കില്ല. നീ നനഞ്ഞിരിക്കുന്നു. എൻ്റെ വള്ളം കേടാകും." അടുത്തതായി ദുഃഖം അടുത്തുകൂടി വന്നപ്പോൾ സ്നേഹം വീണ്ടും ചോദിച്ചു, "ദുഃഖമേ, എന്നെ കൂടെ കൊണ്ടുപോകൂ." ദുഃഖം മന്ദഹാസത്തോട് പറഞ്ഞു, "ഓ സ്നേഹമേ, ഞാൻ ഇത്രയും ദുഃഖത്തിലാണ്. ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു. ദയവായി നീ മറ്റാരുടെയെങ്കിലും കൂടെ പോവുക." അടുത്തതായി സന്തോഷം അടുത്തുകൂടി പോയി. പക്ഷേ അവൾ എത്രയോ ആനന്ദത്തിലായിരുന്നു. സ്നേഹത്തിൻ്റെ വിളി കേട്ടതുപോലുമില്ല. സ്നേഹം നിരാശയിലായി. ദ്വീപിനൊപ്പം മുങ്ങിപ്പോകാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ അപ്പോൾ ഒരു വൃദ്ധയുടെ ശബ്ദം കേട്ടു, "സ്നേഹമേ, ഞാൻ നിന്നെ കൊണ്ടുപോകാം." സ്നേഹം അങ്ങനെ ആ വൃദ്ധയോടൊപ്പം പോയി. അവർ കരയിലെത്തിയപ്പോൾ വൃദ്ധ തൻ്റെ വഴിക്ക് പോയി. സന്തോഷത്തിൽ മുഴുകിയ സ്നേഹം ആ വൃദ്ധയുടെ പേര് ചോദിക്കാൻ മറന്നു. പിന്നീട് സ്നേഹം മറ്റൊരു വൃദ്ധയായ ജ്ഞാനത്തെ അവിടെ കണ്ടു. അവൾ ജ്ഞാനത്തോട് ചോദിച്ചു, "എന്നെ സഹായിച്ചത് ആരായിരുന്നു?" ജ്ഞാനം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അത് സമയമായിരുന്നു." സ്നേഹം ചോദിച്ചു, "എന്നാൽ സമയം എന്നെ എന്തിനാണ് സഹായിച്ചത്?" ജ്ഞാനം കരുണയോട് മറുപടി പറഞ്ഞു, "കാരണം സ്നേഹത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ സമയത്തിനു മാത്രമേ സാധ്യമാകൂ." സ്നേഹം പുഞ്ചിരിച്ചു. ഇതുതന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാകാതെ ഇരിക്കാം. പക്ഷേ സമയമൊടുവിൽ നമുക്ക് സ്നേഹത്തെ വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കാം. ലോകം നിങ്ങളെ തള്ളിപ്പറയുമ്പോഴും സമയം എപ്പോഴും സ്നേഹത്തിനൊരു കരം നൽകും. കാത്തിരിക്കുക, സ്നേഹിക്കുക, ജീവിക്കുക. നന്ദി.